അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു കൂട്ടുകെട്ട് കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജെറുസലേമിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. വെറും സൗഹൃദ സന്ദർശനമല്ല ഇത്, വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ന് വേണം പറയാൻ. പുതിയ യുഗത്തിലെ പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തത്തെക്കുറിച്ച് എന്താണ് ഇരുവരും ചർച്ച ചെയ്തത്? വിശദാംശങ്ങൾ പരിശോധിക്കാം. ഡിസംബർ 16-ന് ഇസ്രായേലിൽ എത്തിയ ഡോക്ടർ എസ് ജയശങ്കർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് വിശദമായ ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ അദ്ദേഹം നെതന്യാഹുവിനെ അറിയിച്ചു. ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന സങ്കീർണമായ റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഇഷ്യൂസ് ആയിരുന്നു ചർച്ചയുടെ പ്രധാന കേന്ദ്രബിന്ദു. പശ്ചിമേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ആഗോളതലത്തിലെ സുരക്ഷാ വെല്ലുവിളികളും സമാധാന ശ്രമങ്ങളും ഇരുവരും വിശകലനം ചെയ്തു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുമെന്നും പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ക്രിയാത്മകമായ പങ്കിനെ നെതന്യാഹു പ്രശംസിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ നെടുംതൂണ് എന്ന് പറയുന്നത് ഡിഫൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഈ ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാനാണ് ഈ സന്ദർശനത്തിൽ തീരുമാനമായത്. ഒന്നാമതായി ടെക്നോളജി പാർട്ട്ണർഷിപ്പ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി എന്നീ മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾ അതായത് ജോയിന്റ് വെഞ്ചേഴ്സ് ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേലി സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ജയശങ്കർ ഊന്നി പറഞ്ഞു. അടുത്തത് സുരക്ഷാ സഹകരണം. അതിർത്തി സംരക്ഷണം, ഡ്രോൺ സാങ്കേതിക വിദ്യ, ഇന്റലിജൻസ് ഷെയറിംഗ് എന്നിവയിൽ പുതിയ കരാറുകളിലേക്ക് ഇരു രാജ്യങ്ങളും അടുക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇസ്രായേലുമായുള്ള ബന്ധം ഇന്ത്യയുടെ സുരക്ഷാ മേഖലയ്ക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കുമെന്ന് തീർച്ച. ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ ആകർഷണം മറ്റൊന്നാണ്. ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിർദ്ദിഷ്ട ഇന്ത്യ സന്ദർശനത്തിനുള്ള പ്രിപ്പറേഷൻസ് ജയശങ്കർ നേരിട്ട് വിലയിരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നെതന്യാഹു ഇന്ത്യയിലെത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുമെന്ന് തീർച്ചയാണ്. ഈ സന്ദർശന വേളയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് ഡീലുകളും പ്രതിരോധ കരാറുകളും ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നയതന്ത്ര വിദഗ്ധരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഈസ്റ്റ് പോളിസിയും ഇസ്രായേലിന്റെ ഗ്ലോബൽ ഔട്ട്റീച്ചും ഇവിടെ സംഗമിക്കുന്നു. ഈ സന്ദർശനത്തിനിടെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് ജയശങ്കർ ശക്തമായി അപലപിച്ചു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്ന നിരന്തരമായ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഇന്ത്യയും ഇസ്രായേലും ഭീകരതയ്ക്കെതിരെ ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് ഈ കൂടിക്കാഴ്ച ഒരിക്കൽ കൂടി ലോകത്തിന് കാട്ടിക്കൊടുത്തു. ജയശങ്കറിന്റെ ഈ സന്ദർശനം വെറും ഒരു ഉഭയകക്ഷി ചർച്ചയല്ല. I2U2 പോലുള്ള കൂട്ടായ്മകൾ, അതായത് അറബ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധവും അതേസമയം ഇസ്രായേലുമായുള്ള ഈ ആത്മബന്ധവും ഇന്ത്യയുടെ നയതന്ത്ര പക്വതയുടെ അടയാളമാണ് എന്ന് വേണം പറയാൻ. ഏതു പക്ഷം പിടിക്കണമെന്നല്ല, മറിച്ച് സ്വന്തം താൽപര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന ജയശങ്കർ സ്റ്റൈൽ നയതന്ത്രം ഇവിടെയും വിജയിക്കുകയാണ്. ചുരുക്കത്തിൽ ഡൽഹിയും ജെറുസലേമും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ കരുത്തും സുരക്ഷയുടെ ഉറപ്പും ഒത്തുചേരുമ്പോൾ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ലോകത്തിന് പുതിയൊരു മാതൃകയാകുന്നു എന്ന് വേണം പറയാൻ. നെതന്യാഹുവിന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനം ഏഷ്യൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.